നമസ്കാരം. എജ്യൂടെക്കിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റിലെ ബാക്കി പോർഷനാണ്, റിമൈനിങ് പോർഷൻസ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നവരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക്ക് ഗ്രാം അറ്റോമിക് മാസിനെ കുറിച്ചാണ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഗ്രാം അറ്റോമിക് മാസ്. ഗ്രാം അറ്റോമിക് മാസ് or we can write GAM, gram atomic mass or GAM. ഈ GAM നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ GAM. ഓക്കെ, എന്താണ് ഈ ഗ്രാം അറ്റോമിക് മാസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, we know that the atomic mass of കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? ഇറ്റ് ഈസ് 12 ആൻഡ് ഫോർ ഓക്സിജൻ ഇറ്റ് ഈസ് 16. നമുക്ക് അറിയാവുന്ന കാര്യം. സോറി, കാർബണിൻ്റെ ഇത് 12ഉം ഓക്സിജൻ്റെ എത്രയാണ്? 16ഉമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, so each element is taken with a mass equal to its atomic mass. Okay, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? each element is taken with a mass in grams equal to their atomic masses. Okay, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? each element is taken with a mass equal to its mass in grams equal to its atomic mass. ഓരോ എലമെൻറ്റും നമ്മൾ അതിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം വീതം എടുക്കുകയാണ്. കാർബൺ ആണെങ്കിൽ കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാം വീതം എടുക്കണം. ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദീസ് എലമെൻറ്റ് ഈസ് സെയിം. നമ്മൾ പഠിച്ച കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, when you take a 12 gram carbon atom, the number of atoms present in 12 gram carbon is, നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് പഠിച്ച് പറഞ്ഞായിരുന്നു 6.022 × 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ 12 gram carbon. 12 gram കാർബൺ എടുക്കുമ്പോൾ അതിനകത്ത് എത്ര? 6.022 × 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. അതുപോലെ when you take 16 gram ഓക്സിജൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈച്ച് എലമെൻറ്റ് ഈസ് ടേക്കൺ വിത്ത് മാസ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് മാസ്. മാസ് ഇൻ ഗ്രാംസ്. നമ്മൾ ഏത് എലമെൻറ്റും നമ്മൾ എത്രയാണോ മാസ് അത്രയും അതിൻ്റെ അത്രയും ഗ്രാം ആ എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് 6.022 × 10⁻23 നമ്പർ ഓഫ് ആറ്റംസ്. Another example is oxygen. When you take 16 gram oxygen, that also contains 6.022 × 10⁻23 oxygen atoms. ഇതുപോലെ ഏത് എലമെൻ്റ് ആയാലും അതിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം വീതം എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആൻഡ് ദ നമ്പർ ഈസ് 6.022 × 10⁻23 നമ്പർ. ഇത്രയും ആറ്റങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ആണ് എടുക്കുകയെങ്കിൽ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. സോ വെൻ യു ടേക്ക് 1 gram ഹൈഡ്രജൻ ദാറ്റ് കണ്ടെയ്ൻസ് 6.022 × 10⁻23 നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, ആൻഡ് ദാറ്റ് എമൗണ്ട് ഈസ് കോൾഡ് ഗ്രാം അറ്റോമിക് മാസ്. ഓക്കെ, എന്താ പറഞ്ഞാൽ ആ എമൗണ്ട് നമ്മൾ വിളിച്ച പേരെന്താണ്? ഗ്രാം അറ്റോമിക് മാസ് എന്ന് വിളിക്കും. അതായത് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ ആറ്റത്തെ പറഞ്ഞ പേരാണെന്ത്? ഗ്രാം അറ്റോമിക് മാസ്. ഓർ സിംപ്ലി വി ക്യാൻ റെപ്രസെൻറ്റ്സ് 1 GAM അല്ലെങ്കിൽ 1 ഗ്രാം അറ്റോമിക മാസ്, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി നമ്മൾ എങ്ങനെ എഴുതും? 1 GAM എന്ന് എഴുതും. 1 GAM. ഓക്കെ, അതായത് നമ്മൾ കാർബണിൻ്റെ അറ്റോമിക മാസ് 12 ആണ്. സോ വെൻ യു ടേക്ക് 12 gram കാർബൺ ദാറ്റ് ഈസ് കോൾഡ് 1 gram അറ്റോമിക് മാസ് കാർബൺ. അതിനെ വിളിക്കുന്ന പേരാണ് 1 gram അറ്റോമിക് മാസ് എന്ന് വിളിക്കും. അപ്പോൾ ഏതൊരു ആറ്റമോ ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം നമ്മൾ ആ ആറ്റം എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഗ്രാം അറ്റോമിക് മാസ്. 1 gram അറ്റോമിക് മാസ് നമ്മൾ ചുരുക്കി എങ്ങനെ എഴുതി? 1 GAM എന്ന് എഴുതി. ഓക്കെ, ഓക്കെ, ദ എമൗണ്ട് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ഗ്രാംസ്, its value is numerically equal to its atomic mass. The amount of an element in grams, its value is numerically equal to its atomic mass is called gram atomic mass. Okay, മനസ്സിലായല്ലോ? 1 gram atomic mass. അപ്പോൾ the amount of an element in grams, its value is numerically equal to its atomic mass. അതിൻ്റെ അറ്റോമിക മാസ് എന്തായിരിക്കണം? തുല്യമായ എത്ര ഗ്രാമാണോ നമ്മൾ എടുക്കുന്നത് അതിനെ വിളിച്ച പേരാണത് 1 gram അറ്റോമിക മാസ്. സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെ എഴുതി? 1 GAM എഴുതി. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ഗ്രാം ആറ്റം. 1 gram ആറ്റം. അതിന് മറ്റൊരു പേരോട് വിളിക്കാറുണ്ട്, 1 gram ആറ്റം എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, 1 gram അറ്റോമിക മാസ് അല്ലെങ്കിൽ 1 gram ആറ്റം എന്ന് നമ്മൾ വിളിക്കാറ്. 1 gram ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാം അറ്റോമിക മാസ് തന്നെയാണ്. ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ ആറ്റത്തെ വിളിച്ച പേരാണ് ഗ്രാം അറ്റോമിക് മാസ്. 1 gram അറ്റോമിക് മാസ്.
ഇവിടെ ഓക്സിജന്റെ കേസിൽ ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്. സോ വെൻ യു ടേക്ക് 16 gram of oxygen, that is what is called 1 gram atomic mass oxygen. അതിനെ വിളിക്കുന്നത് വരുന്നത് 1 gram atomic mass oxygen. Its value 16 gram oxygen and it contains 6.02 into 10⁻23 number of atoms. മനസ്സിലായോ പറഞ്ഞത്? സിമ്പിളായിട്ട് ഇങ്ങനെ പഠിക്കുക. ഗ്രാം അറ്റോമിക മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് മാസ് വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. അറ്റോമിക മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ്. അത്രയെങ്കിലും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, ദ എമൗണ്ട് ഓഫ് ആൻ എലമെന്റ് ഇൻ ഗ്രാംസ്, ദ വാല്യൂ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് മാസ് ഈസ് കോൾഡ് ഗ്രാം അറ്റോമിക് മാസ്. ഓക്കെ, ഒരു മൂലകത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തെ അല്ലെങ്കിൽ ആ ആറ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അതിൻ്റെ ഗ്രാം അറ്റോമിക മാസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ 1 gram atomic mass of any substance അല്ലെങ്കിൽ എനി എലമെന്റ് ഈസ് ഈക്വൽ ടു 6.022 into 10⁻23. ഓക്കെ, നമ്മൾ ഏതൊരു പദാർത്ഥവും ഏതൊരു ആറ്റവും 1 gram അറ്റോമിക മാസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് 6.022 into 10⁻23 നമ്പർ ഓഫ് ആറ്റംസ്. ഇത്രയും ആറ്റങ്ങൾ അതിനകത്തുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ എടുക്കുന്ന കാർബൺ ആണെങ്കിൽ 1 gram അറ്റോമിക മാസ് കാർബൺ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് 6.022 into 10⁻23 നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്. ഇറ്റ്സ് മാസ് ഈസ് 12 gram കാർബൺ. ഇപ്പോൾ ഓക്സിജൻ ആണ് എടുക്കുന്നതെങ്കിൽ 1 gram അറ്റോമിക മാസ് എടുക്കുകയാണെങ്കിൽ മാസ് ഈസ് 16 gram ഓക്സിജൻ and it contains 6.022 into 10⁻23 oxygen atoms. ഇത്രയും ഓക്സിജൻ ആറ്റംസ് അതിനകത്ത് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഗ്രാം അറ്റോമിക് മാസ്. ആൻഡ് ദിസ് നമ്പർ, അപ്പോൾ 1 gram അറ്റോമിക മാസ് ഏതൊരു സബ്സ്റ്റൻസ് എടുക്കുമ്പോഴും അതിനകത്ത് 6.022 into 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഈ സംഖ്യ, ഈ നമ്പറിന് നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് അവോഗാഡ്രോ നമ്പർ. ഈ നമ്പർ വിളിക്കുന്ന പേര് എന്താണ്? അവോഗാഡ്രോ നമ്പർ എന്ന് വിളിക്കും. It is represented as Na or N0, അവോഗാഡ്രോ നമ്പർ. അപ്പോൾ ഈ 6.022 into 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണത് അവോഗാഡ്രോ നമ്പർ എന്ന് വിളിക്കുക. അവോഗാഡ്രോ നമ്പർ റെപ്രസെൻറ്റഡ് ആസ് Na or N0 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ എല്ലാവർക്കും എന്താണ് ഗ്രാം അറ്റോമിക മാസ് എന്ന്? ഇങ്ങനെയെങ്കിലും പഠിക്കുക. ഗ്രാം അറ്റോമിക മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഒരു ആറ്റത്തിൻ്റെ മാസിനെ ഗ്രാമിൽ പറയുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഗ്രാം അറ്റോമിക മാസ്. ഏതൊരു സബ്സ്റ്റൻസ് നമ്മൾ 1 gram അറ്റോമിക് മാസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് 6.022 into 10⁻23 നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 gram അറ്റോമിക് മാസ് ഓക്സിജൻ ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് 6.022 into 10⁻23 നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ്. ഇഫ് യു ആർ ടേക്കിംഗ് ഹൈഡ്രോജൻ, 1 gram അറ്റോമിക് മാസ് ഹൈഡ്രോജൻ, ദാറ്റ് കണ്ടെയ്ൻസ് 6.022 into 10⁻23 നമ്പർ ഓഫ് ഹൈഡ്രോജൻ ആറ്റംസ് ആൻഡ് ദാറ്റ് നമ്പർ ഈസ് കോൾഡ് അവോഗാഡ്രോ നമ്പർ. ആ 6.022 into 10⁻23 എന്നുള്ള സംഖ്യയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അവോഗാഡ്രോ നമ്പർ എന്ന് വിളിക്കുകയും ചെയ്യും. മനസ്സിലായോ എല്ലാവർക്കും? ഗ്രാം അറ്റോമിക മാസ് എന്താണെന്ന് മനസ്സിലായോ? ഈ ഗ്രാം അറ്റോമിക മാസ് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് 1 gram ആറ്റം എന്നും പറയും. 1 gram ആറ്റം. ഇത്രയും പിടികിട്ടിയോ എല്ലാവർക്കും? അങ്ങനെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. നോക്കണേ, അങ്ങനെ നിങ്ങൾ പറഞ്ഞ 1 gram അറ്റോമിക മാസ് ഹൈഡ്രോജൻ അപ്പോൾ എത്ര ഗ്രാം ആയിരിക്കും? എന്താണ് 1 gram അറ്റോമിക് മാസ് ഹൈഡ്രോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഹൈഡ്രോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് എ മാസ്? 1 gram അറ്റോമിക് മാസ് ഹൈഡ്രോജൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഇസ് മാസ്? The atomic mass of hydrogen is 1. So 1 gram atomic mass hydrogen എന്ന് വെച്ച് കഴിഞ്ഞാൽ atomic mass which is expressed in gram. അറ്റോമിക മാസിനെ ഗ്രാമിൽ പറയുക. ഹൈഡ്രോജൻ അറ്റോമിക മാസ് 1 ആണ്. So that is equal to 1 gram hydrogen. And it contains how many atoms are present in it? 6.022 into 10⁻23 number of hydrogen atoms are present in it. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ നിങ്ങൾ 1 gram atomic mass helium എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ? The atomic mass of helium is actually 4. So what is the mass? That is equal to 4 gram helium. That also contains 6.022 into 10⁻23 number of helium atoms. Okay. Therefore, what is the value of 2 gram atomic mass hydrogen? അങ്ങനെയാണെന്ന് പറഞ്ഞു നോക്കിയേ. 1 gram അറ്റോമിക മാസ് ഹൈഡ്രോജൻ എന്ന് വെച്ചാൽ 1 gram ആണ് എങ്കിൽ what is the mass of 2 gram അറ്റോമിക് മാസ് ഹൈഡ്രോജൻ? നിങ്ങൾക്കറിയാം, സിമ്പിൾ മാത്സ്. 1 gram അറ്റോമിക മാസിന്റെ വാല്യൂ 1 gram ആണെങ്കിൽ 2 gram അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? That is equal to 2 gram hydrogen. And how many atoms are present in it? Here we have 2 gram atomic mass hydrogen. So how many atoms are present in it? 1 gram atomic mass contains Avogadro number of atoms. 2 gram contains 2 into 6.022 into 10⁻23. ഈ രീതി നമുക്ക് പറയാൻ പറ്റും hydrogen atoms are present in it.
ഓക്കെ, വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് 6.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12.044 × 10⁻23 വരും. അപ്പോൾ മനസ്സിലായി പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ 5 ഗ്രാം അറ്റോമിക് മാസ് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഗ്രാം അറ്റോമിക് മാസ് ഹൈഡ്രജൻ എന്ന് വെച്ചാൽ 1 ഗ്രാം അറ്റോമിക് മാസ് ഹൈഡ്രജൻ എന്ന് വെച്ചാൽ 1 ഗ്രാം ആണ്. സോ 5 ഗ്രാം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 5 ഗ്രാം ഹൈഡ്രജൻ ആയിരിക്കും. Thus we can calculate the number of atoms present in it. അപ്പോൾ ഗ്രാം അറ്റോമിക മാസ് മനസ്സിലായോ? നിങ്ങൾ ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കുക. ഗ്രാം അറ്റോമിക മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് മാസ് വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. അറ്റോമിക മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഗ്രാം അറ്റോമിക് മാസ്. മനസ്സിലായോ? And any substance of 1 gram atomic mass contains 6.02 × 10⁻23 number of atoms. ഏതൊരു പദാർത്ഥവും നമ്മൾ 1 ഗ്രാം അറ്റോമിക മാസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 6.022 ഗുണം 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ദ നമ്പർ ഈസ് കോൾഡ് അവോഗാഡ്രോ നമ്പർ. ആ സംഖ്യയെ നമ്മൾ വിളിച്ച പേരാണ് ഇത് അവോഗാഡ്രോ സംഖ്യ എന്ന് വിളിച്ചത്. ഓക്കെ ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേടേ, അങ്ങനെ പറഞ്ഞേ. സോ ഹൗ മെനി ആറ്റംസ് ആർ പ്രസന്റ് ഇൻ 40 ഗ്രാം ഹീലിയം? എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. 40 ഗ്രാം ഹീലിയം എടുക്കുമ്പോൾ അതിനകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? സോ വെൻ യു ടേക്ക് 40 ഗ്രാം ഓഫ് ഹീലിയം, ഹൗ മെനി ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്? 40 ഗ്രാം ഹീലിയം എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആകെ അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് വി നോ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് എനി ആറ്റം ഓർ എനി സബ്സ്റ്റൻസ് വെൻ യു ടേക്ക് 1 ഗ്രാം അറ്റോമിക് മാസ്, 1 ഗ്രാം അറ്റോമിക മാസ് എടുക്കുകയാണെങ്കിൽ, സോ ഹിയർ വി ഹാവ് ഹീലിയം. സോ വെൻ യു ടേക്ക് 1 ഗ്രാം അറ്റോമിക മാസ് ഹീലിയം ദാറ്റ് കണ്ടെയ്ൻസ് 6.022 × 10⁻23 ഹീലിയം ആറ്റംസ്. ഇത്രയും ഹീലിയം ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് നമുക്ക് അറിയാവുന്ന കാര്യം. വി ഓൾസോ നോ ദാറ്റ് the value of 1 gram atomic mass helium, the mass of 1 gram atomic mass helium, അല്ലേ? നമുക്കതും അറിയാം. എത്രയാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്? സോ വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 gram atomic mass helium? നമ്മൾ പറഞ്ഞു ഗ്രാം അറ്റോമിക മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുക. സോ ഹിയർ ദ വാല്യൂ ഈസ് ഈക്വൽ ടു 4 gram helium. The atomic mass of helium is 4. So that is expressed in gram. That is, so it is equal to 4 gram helium. 1 ഗ്രാം അറ്റോമിക മാസ് ഹീലിയം എന്ന് വെച്ചാൽ അതിൻ്റെ മാസ് എത്രയ്ക്ക് 4 ഗ്രാം ആയിരിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഇതിനകത്തുള്ള 40 ഗ്രാം ഹീലിയത്തിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണമാണ് വേണ്ടുന്നത്. നമ്മൾ പഠിച്ചത് വെച്ച് അറിയാവുന്ന കാര്യം, 1 ഗ്രാം അറ്റോമിക മാസ് ഹീലിയം എടുക്കുമ്പോൾ അതിനകത്ത് അവോഗാഡ്രോ നമ്പർ ഓഫ് ഹീലിയം ആറ്റംസ് ഉണ്ടായിരിക്കും. അതുപോലെ 1 ഗ്രാം അറ്റോമിക് മാസ് ഹീലിയം എന്ന് വെച്ചാൽ 4 ഗ്രാം ഹീലിയം ആണെന്നും അറിയാം. ഓക്കെ, അപ്പം 4 ഗ്രാം ആണ് 1 ഗ്രാം അറ്റോമിക മാസ് ഹീലിയം. അപ്പം 40 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര ഗ്രാം അറ്റോമിക മാസ് ആയിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസസ് പ്രസന്റ് ഇൻ ദി സാമ്പിൾ. ഈ 40 ഗ്രാം ഹീലിയത്തിനകത്തുള്ള ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാലേ. നിങ്ങൾ കടയിൽ പോയി 40 രൂപയ്ക്ക് മുട്ടായി വാങ്ങി, പോപ്പിൻസ് മുട്ടായി, പോപ്പിൻസ് അറിയാലോ? പോപ്പിൻസ് എല്ലാവർക്കും അറിയാം. ഓക്കെ, പോപ്പിൻസ് മുട്ടായി വാങ്ങി 40 രൂപയ്ക്ക് വാങ്ങി എങ്കിൽ അതിനകത്ത് എത്ര പാക്കറ്റ് മുട്ടായി ഉണ്ടായിരിക്കും? ഇവിടെ 40 രൂപയ്ക്ക് പോപ്പിൻസ് മുട്ടായി വാങ്ങിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ 40 രൂപയ്ക്ക് പോപ്പിൻസ് മുട്ടായി വാങ്ങി. പോപ്പിൻസ് വി നോ ദാറ്റ് ഒരു പോപ്പിൻസിൻ്റെ വില നമുക്കറിയാം. പോപ്പിൻസിൻ്റെ വില 2 രൂപയാണെന്ന് ഇരിക്കട്ടെ. 2 രൂപയാണെന്ന് തോന്നുന്നു. 2 രൂപയാണെന്ന് ഇരിക്കട്ടെ. എങ്കിൽ 40 രൂപയ്ക്ക് എത്ര പോപ്പിൻസ് മുട്ടായി കിട്ടും? ഒരു പാക്കറ്റിൻ്റെ വില 2 രൂപ. എങ്കിൽ 40 രൂപയ്ക്ക് എത്ര കിട്ടും? നമുക്ക് 20 പാക്കറ്റ് കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടുന്നത്. നമുക്ക് വേണ്ട 40 ഗ്രാം ഹീലിയം ഉണ്ട് നമ്മുടെ കയ്യിൽ. നമുക്കറിയാം 1 ഗ്രാം അറ്റോമിക് മാസ് ഹീലിയത്തിൻ്റെ വില 4 ഗ്രാം ആണ്. എങ്കിൽ 40 ഗ്രാമിനകത്ത് എത്ര ഗ്രാം അറ്റോമിക് ഇതുപോലത്തെ എത്ര എണ്ണം ഉണ്ടായിരിക്കും? പറഞ്ഞ് എങ്ങനെ ചെയ്യും നമ്മൾ? 1ൻ്റെ വില 4 എങ്കിൽ 40 എണ്ണത്തിനകത്ത് എത്ര എണ്ണം ഉണ്ടായിരിക്കും? അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് 40 ഗ്രാം ഹീലിയമാണ്. 40 ഗ്രാം ഹീലിയമാണ്. വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ഹൗ മെനി ഗ്രാം അറ്റോമിക് മാസസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്, അല്ലേ? ഇതിനകത്തുള്ള ഗ്രാം അറ്റോമിക മാസുകളുണ്ട്. നമ്മൾ മാക്സിനകത്തൊരു വാല്യൂ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് അതിനെ എക്സ് എന്ന് കൊടുക്കാം. അതായത് 40 ഗ്രാം ഹീലിയം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് എസ് ഗ്രാം അറ്റോമിക് മാസ് ഹീലിയം ബിക്കോസ് വി ഡോണ്ട് നോ ദ വാല്യൂ. ഓക്കെ, 2 ഇക്വേഷൻസിൻ്റെ എക്സ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യുക? കോണോട് കോൺ ഗുണിക്കുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. 4 × x 4x, 4x ഈസ് ഈക്വൽ ടു 40 × 1 40 എന്ന് വരും. എക്സ് ഈസ് ഈക്വൽ ടു 40/4. നമ്മൾ നേരത്തെ പറഞ്ഞ പോപ്പിൻസിൻ്റെ കണക്ക് തന്നെയാണ്. ഇവിടെ പോപ്പിൻസിന് പകരം എത്ര ഗ്രാം അറ്റോമിക് മാസിനേ ഉള്ളൂ. 1 ഗ്രാം അറ്റോമിക് മാസ് ഹീലിയം 4, അതായത് ഒരു മുട്ടായിയുടെ വില 4 രൂപ. വി ഹാവ് 40. നമ്മൾ എടുത്തത് 40 റുപ്പീസിനാണ് മുട്ടായി വാങ്ങിയത്. 40/4 അതാണ് നമ്മൾ ചെയ്തത്. 40/4 ചെയ്യുമ്പോൾ എത്ര കിട്ടി? നമുക്ക്
10 GAM എന്ന് വരും, 10 ഗ്രാം അറ്റോമിക് മാസ് കിട്ടി. ഓക്കെ, അതായത് ഒരു സബ്സ്റ്റൻസിന്റെ മാസ് തരികയാണെങ്കിൽ വി ക്യാൻ ഡിഡക്ട് എ ഫോർമുല ഫ്രം ദിസ്. വെൻ യു ഗെറ്റ് ദ മാസ് ഓഫ് എ സാമ്പിൾ, ഒരു ആറ്റത്തിന്റെ സാമ്പിളിന്റെ മാസ് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ കാൽക്കുലേറ്റിംഗ് ദ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസസ് പ്രസന്റ് ഇൻ ദ ഗിവൺ സാമ്പിൾ, ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ എക്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് GAM ആണ്, നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് ആണ്, ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് എക്സ്. ഈ 40 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മാസാണ്. ഓക്കെ, അതായത് മാസ് ഇൻ ഗ്രാംസ് എന്നോ അല്ലെങ്കിൽ മാസോ സാമ്പിൾ എന്നോ പറയാം. മാസ് ഇൻ ഗ്രാംസ്, ഗിവൺ മാസ് ഇൻ ഗ്രാംസ്. ഓക്കെ, മനസ്സിലാവുമല്ലോ. ഈ 4 എന്ന് പറയുന്നത് എന്താണ്? 1 GAM ആണ്, 1 ഗ്രാം അറ്റോമിക് മാസ്. വി ക്യാൻ ഡിഡക്ട് എ ഫോർമുല. എന്താണ് ഫോർമുല? ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മാസിനെ ഗ്രാം അറ്റോമിക മാസ് 1 ഗ്രാം അറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദിസ് ഇസ് ദ ഫോർമുല. ഇങ്ങനെ നമുക്ക് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ദ സാമ്പിൾ, അല്ലേ? വി ഹാവ് 10 GAM, മാത്ര 10 GAM ഉണ്ട് എങ്കിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? 1 ഗ്രാം അറ്റോമിക മാസ് ഹീലിയത്തിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് എങ്കിൽ 10 GAM-നകത്ത് എത്ര ആയിരിക്കും? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, എത്രയായിരിക്കും? 10 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്. നിങ്ങൾക്ക് മനസ്സിലായോ പറയുന്നത്? അപ്പോൾ നമ്മളൊരു ഫോർമുല ഉണ്ടാക്കിയെടുത്തു, എന്താണ്? ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ. ഇഫ് യു ആർ ഗെറ്റിംഗ് ദ മാസ് ഓഫ് എ സാമ്പിൾ, നമുക്ക് ഒരു സാമ്പിളിന്റെ മാസ് കിട്ടുകയാണെങ്കിൽ അത് വെച്ചുകൊണ്ട് അതിനകത്തുള്ള ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന മാസിനെ, ഗിവൺ മാസിനെ അല്ലെങ്കിൽ മാസ് ഇൻ ഗ്രാംസിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 GAM കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസസ് പ്രസന്റ് ഇൻ ഇറ്റ്. We also know that 1 gram atomic mass of any atom contains Avogadro number of atoms. Okay, 1 ഗ്രാം അറ്റോമിക മാസ് ഏതൊരു പദാർത്ഥം എടുക്കുമ്പോഴും 6.022 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഗ്രാം അറ്റോമിക് മാസ് കിട്ടുന്നുവോ അതിനകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനായിട്ട് ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ, അവഗാഡ്രോ നമ്പറിനെ നമുക്ക് കിട്ടുന്ന നമ്പർ കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വൺ മോർ ക്വസ്റ്റ്യൻ ഈസ് ദെയർ, നമുക്ക് അതോടെ ഒന്ന് ചെയ്ത് നോക്കാം. Okay, calculate the number of atoms present in 8 gram oxygen. 8 ഗ്രാം ഓക്സിജൻ അകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. 8 ഗ്രാം ഓക്സിജനകത്തുള്ള ആ നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം, 1 ഗ്രാം അറ്റോമിക മാസ് ഓക്സിജൻ ആറ്റം എടുക്കുമ്പോൾ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. അതുപോലെ 1 ഗ്രാം അറ്റോമിക മാസ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 16 ഗ്രാം ആണ്. എന്ന് വെച്ചാൽ 1 ഗ്രാം അറ്റോമിക മാസ് അറ്റോമിക മാസിനെ ഗ്രാമിൽ പറയുക. ഓക്കെ, ഓക്സിജന്റെ കേസിൽ ഓക്സിജൻ അറ്റോമിക മാസ് 16 ആണ്. സോ 1 ഗ്രാം അറ്റോമിക മാസ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഓക്സിജൻ ഈസ് ഈക്വൽ ടു 16 ഗ്രാം ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസസ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ? ഫോർമുല ഇതാണ്. നമ്പർ ഓഫ് GAM ഈസ് ഈക്വൽ ടു ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം സമം, മലയാളത്തിൽ എഴുതുക, ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം സമം തന്നിരിക്കുന്ന മാസ്, മാസ് ഇൻ ഗ്രാംസ്, ഗ്രാമിലുള്ള മാസ് ബൈ 1 GAM. ഗ്രാമിലുള്ള മാസ് ഇവിടെ എത്രയാണ്? ഇവിടെ ചെറിയ സംഖ്യ എന്ന് വെച്ചാൽ എഴുതാതിരിക്കില്ല, 8 ഗ്രാം ആണ്. 8 ഗ്രാം ബൈ 16 ഗ്രാം, ഗ്രാമും ക്യാൻസൽ ആയിപ്പോയി. വി ഗെറ്റ് 1/2 GAM. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണമാണ് വേണ്ടുന്നത്. വി നോ ദാറ്റ് 1 ഗ്രാം അറ്റോമിക മാസ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 6.022 × 10⁻23 ആറ്റങ്ങൾ. Therefore, അതുകൊണ്ട് 1/2 GAM ഓക്സിജൻ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഈ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി, 23 ആറ്റംസ്. ഓർ വി ഗെറ്റ് 3.0 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും, 3.011 × 10⁻23 കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു പദാർത്ഥത്തിൻ്റെ സാമ്പിളിൻ്റെ മാസ് കിട്ടുകയാണെങ്കിൽ അതിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 2 പ്രോബ്ലം കൂടിയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇതാണ്, ആ 2 പ്രോബ്ലംസ് കൃത്യമായിട്ട് ചെയ്യുക, അതിൻ്റെ ആൻസറുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു പദാർത്ഥത്തിൻ്റെ മാസ് കിട്ടിക്കഴിഞ്ഞാൽ ആ മാസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അതിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് അത്രയും മാസിനകത്തുള്ള ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നു. ആ കിട്ടിയ നമ്പറിനെ അവഗാഡ്രോ നമ്പറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്.
അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് 1 മോൾ ആറ്റത്തെ കുറിച്ചാണ്. 1 മോൾ ആറ്റം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് 1 മോൾ ആറ്റം. എന്താണ് 1 മോൾ ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യം ഇതാണ്. സോ ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ, when you take 1 gram atomic mass hydrogen, so what is the mass? 1 gram atomic mass hydrogen വെച്ചാൽ എത്രയായിരിക്കും അതിന്റെ മാസ് എന്ന് പറയുന്നത്? 1 gram ആയിരിക്കും അല്ലേ? 1 gram ഹൈഡ്രജൻ ആയിരിക്കും. ബിക്കോസ് hydrogen, the atomic mass of hydrogen is 1, that is expressed in gram. ഒന്നിനെ ഗ്രാമിൽ പറയുന്ന 1 gram ഹൈഡ്രജൻ ആയിരിക്കും. And it contains 6.022 into 10 raised to 23 atoms. അപ്പോൾ 1 gram atomic mass ഹൈഡ്രജൻ എന്ന് വെച്ചാൽ 1 gram ഹൈഡ്രജൻ ആയിരിക്കും. അതിനകത്ത് അവഗാഡ്രോ സംഖ്യ എണ്ണം ആറ്റങ്ങൾ, ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഓക്കെ, സോ ഈ സംഖ്യയെ ഒരു സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഒരു പദാർത്ഥം എടുക്കുമ്പോൾ അതിനകത്ത് അവഗാഡ്രോ എണ്ണം കണികകൾ ഉണ്ടെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് കോൾഡ് 1 മോൾ. അതിനെ വിളിക്കുന്ന പേരാണിത് 1 മോൾ. ഇഫ് ഇറ്റ് ഈസ് ആറ്റംസ് ഇറ്റ് ഈസ് കോൾഡ് 1 മോൾ ആറ്റം. ഓക്കെ, ഏതെങ്കിലും ഒരു പദാർത്ഥത്തിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഏതോ ആയിക്കോട്ടെ, ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് then it is called mole. That amount is called mole. അതിനെ വിളിക്കുന്ന പേരാണ് മോൾ. ഓക്കെ, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ, അവഗാഡ്രോ എണ്ണം കണികകൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മോൾ. ആ എമൗണ്ട് വിളിക്കുന്ന പേരാണ് മോൾ എന്ന് വിളിച്ചത്. ഇവിടെ നമ്മൾ ആറ്റമാണ് എടുത്തത്. സോ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്, സോ ഇറ്റ് ഈസ് കോൾഡ് 1 മോൾ ഹൈഡ്രജൻ ആറ്റം. അവഗാഡ്രോ സംഖ്യയാണ് ആറ്റങ്ങൾ ഉള്ളത് കൊണ്ട് അതിനെ നമുക്ക് വിളിക്കാം 1 മോൾ ഹൈഡ്രജൻ ആറ്റം എന്ന് വിളിക്കാം. സോ 1 മോൾ ആറ്റം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ദാറ്റ് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ 1 മോൾ ആറ്റം മനസ്സിലായോ? 1 മോൾ ആറ്റം മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ 2 മോൾ ആറ്റം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് കണ്ടെയ്ൻസ് 2 into അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. 2 ഗുണം 6.02 into 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് 2 മോൾ ആറ്റം. ഇപ്പോൾ 1 മോൾ ആറ്റം എന്ന് വെച്ചാൽ മനസ്സിലായോ? മോൾ മീൻസ് മോൾ ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന്റെ മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മോൾ സബ്സ്റ്റൻസ് വെച്ചാൽ ദാറ്റ് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് 1 മോൾ ആറ്റം. ഓക്കെ, ഇപ്പോൾ ഒരു പദാർത്ഥം എടുക്കുമ്പോൾ അതിനകത്ത് 6.0222 ഗുണം 10⁻23 കണികകൾ ഉണ്ടെങ്കിൽ, അത്രയും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോൾ എന്ന് വിളിച്ചത്. ഒരു ആറ്റത്തിന് നമ്മുടെ കയ്യിലുള്ളത് 6.022 into 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് 1 മോൾ ആറ്റം. മനസ്സിലായോ? മോൾ ആറ്റം മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ്? ഗ്രാം അറ്റോമിക മാസ്. ഇത്രയെങ്കിലും പഠിച്ചിരിക്കുക. അറ്റോമിക മാസിനെ ഗ്രാമിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഗ്രാം അറ്റോമിക് മാസ്. ഓക്കെ, അപ്പോൾ ഏതൊരു ആറ്റത്തിൻ്റെ അറ്റോമിക മാസിനെ ഗ്രാമിൽ പറയുന്നെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് 1 gram അറ്റോമിക് മാസ്. ഹൈഡ്രജൻ്റെ കേസിൽ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. സോ 1 gram ഹൈഡ്രജൻ എന്ന് വെച്ചാൽ 1 gram അറ്റോമിക മാസ് ഹൈഡ്രജൻ. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് when you take any substance of 1 gram atomic mass it contains Avogadro number of particles. ഏതൊരു സബ്സ്റ്റൻസും 1 gram അറ്റോമിക മാസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 6.022 ഗുണം 10⁻23 കണികൾ ഉണ്ടായിരിക്കും. ആ സംഖ്യയെ വിളിച്ച പേരാണത് അവഗാഡ്രോ സംഖ്യ. ഇനി ഒരു സബ്സ്റ്റൻസിന്റെ മാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസസും അതുവഴി നമുക്ക് ആറ്റങ്ങളുടെ എണ്ണവും കണ്ടുപിടിക്കാൻ പറ്റും. പ്രോബ്ലംസ് നിങ്ങൾ കമൻ്റായിട്ട് ചെയ്തിട്ട് കമൻ്റായിട്ട് അനാലിസിസ് രേഖപ്പെടുത്തുക. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞത് 1 മോൾ ആറ്റം. മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഒരു സബ്സ്റ്റൻസിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് വിളിക്കുന്ന പേരാണ് മോൾ. 1 മോൾ ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ ടേക്കിംഗ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് 1 മോൾ ആറ്റം. അവഗാഡ്രോ സംഖ്യയാണ് ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് 1 മോൾ ആറ്റം എന്ന് പറഞ്ഞത്. സോ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ താങ്ക് യു വെരി മച്ച്.